हरि ओं श्री गुरुभ्यो नमः। ओं श्री गणेशाय नमो, श्री सरस्वत्यै नमो, श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ओं श्री महात्रिपुरसुन्दर्यै नमः। അമ്മയുടെ നമ്മൾ 66-ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. മംഗളശ്ലോകം ചൊല്ലാം. സൗന്ദര്യലഹരീ ഗാത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ദേവിയുടെ അനുഗ്രഹം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 66-ാമത്തെ ശ്ലോകം. ഇവിടെ സംഗീത ബലത്തെയാണ് പറയുന്നത്. അമ്മയുടെ മുഖമാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖത്തുള്ള കണ്ണുകൾ, മൂക്ക്, നാവ്, ചുണ്ട് ഇതൊക്കെ വർണ്ണിച്ചു. അതിനുശേഷമാണ് ആ താമ്പൂലത്തെ ദേവന്മാർക്ക് നൽകുന്നതായിട്ട് വർണ്ണിച്ചത്. എന്നിവിടെ സംഗീത കലയെയാണ് വർണ്ണിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിപഞ്ജാഗായന്തി വിവിധമവദാനം പശുപദേ സ്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവജനീ ത്വദീയർമാധുര്യേരപലപിതതന്ത്രീകളവരാം അപലപിതതന്ത്രീകളവരാം നിജാവീണാം വാണി നിചുളയതി ചോളേന നിവൃതം തദീയേർമാധുര്യേർ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം വാണി നിചുളയതി ചോളേന നിവൃതം. അല്ലയോ പശുപതേ, പരമശിവൻ്റെ വിവിധം പല വിധത്തിലുള്ള അവദാനം ചരിത്രത്തെ, അതായത് കീർത്തികളെ വിഭജ്യ വീണയാൽ ഗായന്തി പാടുന്ന വാണി ഭഗവതി, അതായത് സരസ്വതീ ദേവി, ത്വയാ അങ്ങയുടെ നിന്തിരുവടിയാൽ ചലിത ശിരസ തലകുലുക്കിക്കൊണ്ട് സാധുവചനെ അനുമോദന വചനത്തെ വക്തും പറയുവാനായിക്കൊണ്ട് ആരംഭിക്കും സമയത്തിങ്കൽ തദീയെ ആ സാധുവചനത്തെ സംബന്ധിച്ചവയായ മാധുര്യ ഗുണങ്ങളാൽ അപലപിത തന്ത്രീകളരവാം അപഹസിക്കപ്പെട്ടതായ കമ്പികളുടെ മനോഹര ശബ്ദത്തോടു കൂടിയ നിജാവീണ തൻ്റെ വീണയെ ചോളേന മൂടുപടം കൊണ്ട് നിഭൃതം ശബ്ദം കേൾക്കാത്ത വിധത്തിൽ നിചുളയതി നല്ലവണ്ണം മൂടുന്നു എന്ന് പറയുന്നു. അപ്പോൾ സരസ്വതി ദേവിയെ, അമ്മയെ പ്രണമിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. സാരം: അല്ലയോ പരമേശ്വരി, പരമശിവൻ്റെ, അതായത് കാമദഹനം, കാളകൂട പാനം ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ പരമശിവൻ. അങ്ങനെയുള്ള കാമദഹനം, കാളകൂടാശനം തുടങ്ങിയ പലവിധ ലീലകളെ വീണയിൽ തിരുമുമ്പിൽ വെച്ച് പാടുന്ന സരസ്വതീ ദേവി. അപ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് സരസ്വതീ ദേവി ഇതൊക്കെ പാടും, ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ. അപ്പോൾ നിന്തിരുവടി തലകുലുക്കി, അപ്പോൾ ഭഗവതി തലകുലുക്കി പ്രശംസാവാക്യം ഉച്ചരിക്കുമ്പോൾ ആ വാക്യങ്ങളിലുള്ള മധുര ഗുണങ്ങളാൽ അപഹസിക്കപ്പെട്ട കമ്പികളുടെ മനോഹര ശബ്ദത്തോടു കൂടിയ തൻ്റെ വീണയെ ശബ്ദം പുറപ്പെടുവിക്കാത്ത വിധത്തിൽ അതിൻ്റെ ഉറ കൊണ്ട് മൂടി വയ്ക്കുന്നു. അപ്പോൾ പരമശിവൻ്റെ കീർത്തനങ്ങൾ പാടുമ്പോൾ അമ്മ തലകുലുക്കി അനുമോദിക്കും. അപ്പോൾ വീണക്കമ്പികൾക്ക് എന്ത് പറ്റും? അപ്പോൾ ആ വീണ ശബ്ദം കേൾക്കാത്ത വിധത്തിൽ, അപ്പോൾ അമ്മയുടെ കീർത്തനങ്ങൾ പാടാനാണ് വീണക്കും കൂടി താല്പര്യം എന്നുള്ള ഒരു ധ്വനിയാണ് ഇവിടെ വരുന്നത്. അപ്പോഴേ ഭഗവതി സരസ്വതി ദേവി വീണക്കമ്പികളെ അതിൻ്റെ ഉറയിട്ട് മൂടും എന്ന് പറയുന്നു. അപ്പോൾ അമ്മയുടെ വീണയുടെ നിചോളനാ സംബന്ധ കഥനത്താലും മറ്റൊരാളാൽ തോൽപ്പിക്കപ്പെട്ട വീണ വായനക്കാരൻ തൻ്റെ വീണയെ ഉറ കൊണ്ട് മൂടി വയ്ക്കുന്നതിനോടുള്ള ഒരു സാദൃശ്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റൊരാൾ തോൽപ്പിക്കപ്പെട്ട ഒരു വീണാവാദ്യക്കാരൻ ആ വീണയുടെ കമ്പികളെ ഉറ കൊണ്ട് മൂടി വയ്ക്കും. അപ്പോൾ അതുപോലെ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ അമ്മ തലകുലുക്കി സമ്മതിച്ച് ആനന്ദിച്ചാൽ വീണ കമ്പികൾ അമ്മയുടെ കീർത്തനങ്ങൾ ചൊല്ലാതോ എന്ന് കരുതി ആ വീണ
വാദനത്തിൻ്റെ ആ കമ്പികളെ ഉറയിട്ട് സരസ്വതീ ദേവി തന്നെ മൂടി വെക്കും എന്നിവിടെ വ്യംഗ്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.